ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കുട്ടി ഈദ് വ്ളോഗാണ്. ഈദ് വ്ളോഗ് എന്ന് പറയാൻ പറ്റൂല. മെയിൻലി ഞാൻ ഈദിൽ മേക്കപ്പ് സംഭവങ്ങളും എൻ്റെ ഹെയർ സ്റ്റൈലും മെയിൻ അതാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്യും. മെയിനായിട്ട് ഈദ് മേക്കപ്പാണ്. ഞാൻ ഈദ് മേക്കപ്പ് തന്നെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു ഹെയർ മൗസ് ആണ് കേട്ടോ ഞാൻ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ബെറീന ഗോൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെയർ മൗസ് ആണ്. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല, അത് മിസ്സായിപ്പോയി ഗൈസ്. ഫ്രണ്ടിൽ മാത്രം കേട്ടോ ഇപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കും ഫ്രണ്ടിൽ അധികം ഹീറ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് പേടിയാണ്. ഇനി നമുക്ക് ലെൻസ് വെക്കാം. ഞാൻ കുറേ ആയി ലെൻസ് വെച്ചിട്ട്. ലാസ്റ്റ് വെച്ചത് കോളേജ് കയറിയിട്ട് ഒരു 2-3 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ലെൻസ് വെക്കുന്നത്. ഇനി നമുക്ക് മേക്കപ്പിലോട്ടേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. അത് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഒരു പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്തത്. കോളോബാറിൻ്റെ പ്രൈമറാണ്. അതെങ്ങനെ ഫോക്കസ് ആവുന്നില്ല. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പ്രൈമർ ഇട്ടാൽ കുറച്ചുകൂടെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു. കൺസീലർ പാലറ്റാണ് കേട്ടോ ഞാൻ വാങ്ങൽ. കാരണം അതിലെല്ലാ ഷെയ്ഡും ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ഫൗണ്ടേഷന് പകരം ഈ കൺസീലറാണ് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാറ്. പിന്നീട് ഞാൻ മേബിയിൽ അതിൻ്റെ ഒരു വാം ന്യൂഡായിട്ടുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ ഷെയ്ഡ് അല്ല, കുറച്ചൊന്നും മാറ്റമുണ്ട്. ഇനി സ്പഞ്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സ്പഞ്ച് നമ്മൾ നനച്ചിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്യാൻ. കുറച്ചുകൂടെ നല്ലോണം ബ്ലെൻഡായി കിട്ടും. ഫൗണ്ടേഷൻ കറക്റ്റ് എൻ്റെ ഷെയ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൺസീലർ വെച്ച് ഞാനതൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ, പൗഡർ പോലെയല്ല. പിന്നീട് ഞാൻ ഒരു ന്യൂഡ് കളർ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഐലൈനറും കൂടെ ഇട്ട് കൊടുത്തു. ഐലൈനർ ഞാൻ ലാക്മേൻ്റെ വാട്ടർ പ്രൂഫാണ് യൂസ് ചെയ്യല്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. എന്നിട്ട് ഞാൻ ലാക്മേയുടെ തന്നെ ഒരു മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മസ്കാര ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല. ഐബ്രോസ് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പാക്കാൻ വേണ്ടി ഞാൻ ഒരു കൺസീലർ വെച്ച് ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഞാനൊരു ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടിപൊളി ഹൈലൈറ്ററാണ്, സ്വിസ് ബ്യൂട്ടിയുടെ. കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ലാസ്റ്റാണ് എൻ്റെ ഫേസ് നോക്കുമ്പോൾ എന്തോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലായത്. എൻ്റെ ബ്ലഷ് ഇടാൻ മറന്നുപോയി. ലാസ്റ്റ് ഹൈലൈറ്റർ ഇട്ടിട്ടാണ് ഞാൻ ബ്ലഷ് ഇട്ടത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റർ ഇട്ടെടുത്തു. ലാസ്റ്റ് മേക്കപ്പ് ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിക്ക് NYXൻ്റെ പ്രൊഫഷണൽ സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെയല്ലേ വൈകുന്നേരം വരെ നമുക്ക് നിൽക്കേണ്ടതല്ലേ, അപ്പോൾ കുറച്ചുകൂടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. പിന്നീട് ഞാൻ ഒരു ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഗെയിം ചേഞ്ചറായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇട്ടാലേ നമ്മളെ മേക്കപ്പ് കംപ്ലീറ്റ് ആവൂ. എന്നിട്ട് ഞാനൊരു ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഹെയർ ഹീറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സെറം വെച്ച് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മൾ ചില സ്മെല്ലൊക്കെ ഇല്ലേ, നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ് ഈ സ്ട്രീക്സിൻ്റെ ഹെയർ സെറത്തിന്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെയല്ലേ നമ്മൾ ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോകുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനും ഉപ്പയും ഉമ്മയും ഇത്താത്തയും കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടെ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് വീഡിയോ അങ്ങനെ ആളെ മുമ്പൊന്നും വീഡിയോ എടുക്കാൻ എന്തോ പോലെയാണ്. പിന്നീട് നമ്മൾ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോയി. അവിടെ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു, അവിടെ എവിടെയും നിൽക്കാൻ കഴിയുന്നില്ല. പിന്നീട് നമ്മൾ വെയിലൊക്കെ പോയിട്ട് രാത്രി ആയിരുന്നു. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അത്രയും ഞാൻ ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.